ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്ന് കണ്ണപ്പൻ്റെ സ്കൂൾ പ്രവേശനമാണ്. നാട്ടിൽ കണ്ണനെ ചേർക്കണം എന്ന് പറഞ്ഞേരേ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു ഏത് സ്കൂളിൽ ചേർക്കണം എന്ന്. അങ്ങനെ നമ്മൾ കുറേ സെർച്ചൊക്കെ ചെയ്ത് കണ്ണൻ്റെ മായമ്മ സജസ്റ്റ് ചെയ്തൊരു സ്കൂളാണ് അമൃത വിദ്യാലയം. അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയി അഡ്മിഷനൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. ഓൾറെഡി മഴയൊക്കെ നേരത്തെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ നാൾ ലീവൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഭൂരിഭാഗം സ്കൂളുകൾക്കും ജൂൺ 2 തന്നെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. കണ്ണൻ്റെ സ്കൂൾ ഓപ്പൺ ആയെങ്കിലും കണ്ണൻ്റെ പ്രവേശനോത്സവം എല്ലാം തുടങ്ങാൻ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. എല്ലാം കുഞ്ഞു മക്കളല്ലേ. അങ്ങനെ ഈ വീഡിയോ തന്നെ ഞാൻ ഒരുപാട് മുന്നേ എടുത്തു വെച്ചതാ. എഡിറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു മടി കാരണം അവിടെ മൂലക്കെട്ടിട്ടുണ്ടായി. അങ്ങനെ പ്രവേശനോത്സവത്തിന് നമ്മൾ പാരന്റ്സും കുട്ടികളും ഒക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന്റെ ആദ്യ പടിയായിട്ട് ആരതൊക്കെ ഒഴിഞ്ഞിട്ടായിരുന്നേ നമ്മളെ കുഞ്ഞുമക്കളെ അവര് വെൽക്കം ചെയ്തത്. പിന്നെ ഒരു ക്യാപ്പും പെൻസിലിന്റെ അറ്റത്ത് ഒരു സ്റ്റിക്കറിൽ കുറച്ച് വേർഡിങ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഗിഫ്റ്റും കൊടുത്തു. പിന്നെ മേലെ ആയിരുന്നു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മേലെ സ്റ്റെപ്പ് കയറിയിട്ടാ പോകേണ്ടിയിരുന്നത്. ഇവിടുത്തെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് ഞാൻ കണ്ടത് എല്ലാ സ്റ്റെപ്പുകളിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ അതങ്ങ് ബൈഹാർട്ടാവും. മേലത്തെ ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ വെൽക്കം ചെയ്യാനുള്ള എല്ലാ സെറ്റിങ്സും ടീച്ചേഴ്സും സ്റ്റാഫുകളും ഒക്കെ ചേർന്നിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വലിയൊരു അമ്മേന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ. വിളക്കും അതിനാവശ്യമുള്ള പൂജാ സാധനങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായി. സുമധുരം സങ്കീർത്തനാലാപിനി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, പുഷ്പാർച്ചനയൊക്കെ നടത്തി. പ്രിൻസിപ്പൽ അമ്മ ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തുട്ടാ. അതിനുശേഷം അവിടെ ശ്ലോകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായി. നമുക്കിതൊക്കെ ലൈഫിൽ കുറച്ച് പുതിയ അനുഭവങ്ങളാണ്. അമ്മേൻ്റെ മഠത്തിൽ പോകണം, അതുപോലെ അമ്മേനെ നേരിട്ടൊന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഒരു പോർട്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പം മനസ്സിലൊരു തോന്നുന്നു. അങ്ങനെ പ്രാർത്ഥനയും കാര്യവും ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു മക്കളെ ഹരിശ്രീ എഴുതിപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നേ. എഴുതി കളിക്കാൻ അരിയും പ്ലേറ്റും കിട്ടിയോണ്ടാന്നോന്ന് അറിയില്ല. കണ്ണപ്പൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായി. എഴുതിയതിന് ശേഷം പിന്നെ മൂപ്പറുടെ വക 1-2 അക്ഷരങ്ങൾ എഴുതുകയും ചെയ്തു. പിന്നെ പോരാണ്ട് മൈക്ക് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു ടെസ്റ്റിംഗും കൂടി നടത്തിയിട്ടുണ്ട്. റിഫ്രഷ്മെന്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്കും പാരന്റ്സിനും അതുപോലെ സ്റ്റാഫിനും ഒക്കെ ചായയും ഉണ്ണിയപ്പം ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നേ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഉണ്ണിയപ്പവും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ വന്നതാന്നുള്ള ഒരു ചിന്തയും ഇല്ലാണ്ടാണ് കണ്ണൻ അവിടെ മറിഞ്ഞു കുത്തി കളിച്ചോണ്ടിരുന്നത്. കണ്ണന് കമ്പനി കൊടുക്കാൻ വേറെയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പ്രവേശനോത്സവത്തിന്റെ ഇൻട്രഡക്ഷൻ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ടായിരുന്ന ആവണി മാം പാരന്റ്സിനും കുട്ടികൾക്കും ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. സ്റ്റേജിൽ അവര് ബട്ടർഫ്ലൈന്റെ വിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് നമ്മൾ പാരന്റ്സും കുട്ടികളും എല്ലാവരും ചേർന്ന് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു. കണ്ണന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് മായമേന്റെ കൂടെ ഫസ്റ്റിൽ ഈ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ പോസിറ്റിവിറ്റിയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, ഒരു അമ്പലത്തിലൊക്കെ പോയ ആ ഒരു വൈബാണ്. അങ്ങനെ മേലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണന്റെ ക്ലാസ് റൂമിൽ വന്നിട്ട് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അതുപോലെ കണ്ണന്റെ ക്ലാസ് ഒക്കെ ഒന്ന് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് താഴെ വന്നുട്ടാ. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അവരുടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അവർ ചുമരൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് പറ്റിയ അറ്റ്മോസ്ഫിയർ. ഞാൻ കുറേ നാളെ ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിലൊക്കെ അകത്ത് കയറിപ്പോയിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പുതുമ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്തു. സ്കൂളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങാനാകുമ്പോഴത്തേക്ക് നല്ല മഴക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴി നല്ല അടിപൊളി മഴയും നമുക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാനായാലും ഹസ്ബൻഡ് ആയാലും കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടാ. പോകുന്ന വഴിയിൽ കണ്ണൻ കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഒരു കരിമ്പൻ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. വീണ്ടും കാണാം. ബൈ.